SS വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ പാർട്ട് എ മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് എന്ന മൊഡ്യൂളിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളുടെ ഒരു സെപ്പറേറ്റ് പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ജില്ലയും നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കോഴ്സിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ PPT നോട്ടുകളും ആ ടോപ്പിക്കിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ടോപ്പിക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ പ്രിൻ്റ് എടുക്കാനുള്ള PDF നോട്ടും വളരെ സമഗ്രമായിട്ടുള്ള PDF നോട്ടുകളൊക്കെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് വിവരം ലഭിക്കാൻ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ 81 29 529 102 എന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ജില്ലയും മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ നമുക്കൊരു ജനറൽ ആയിട്ടൊരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൻ്റെയൊക്കെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവിടെ നമ്മൾ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസും ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഏറ്റവും നല്ല നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക. വളരെ ചെറിയ ഫീ ആണ്. ഈ നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ റിനയൻസസ് ഫ്രീഡം മൂവ്മെൻറ്റ് ക്ലാസ്സുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ പ്രിൻ്റ് എടുക്കാനുള്ള PDF നോട്ടോ എല്ലാം നമ്മൾ കോഴ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ പാർട്ട് ബിയിലെ ഏകദേശം നമ്മുടെ ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെയും നോട്ടുകളും ക്ലാസ്സുകളും എല്ലാ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ മോഡൽ ക്ലാസ്സുകളൊക്കെ നമ്മുടെ പബ്ലിക് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ സാമ്പിൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ടെലഗ്രാമിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ ടെലഗ്രാമിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ പാർട്ട് എ മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റ്. ഇവിടെ നമ്മൾ 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്ററി, കോൺസെപ്റ്റുവൽ ഡെവലപ്മെന്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ് ആൻഡ് നേച്ചർ ഓഫ് സ്കോപ്പ് ഓഫ് ദ സബ്ജക്റ്റ്, അതുപോലെ കോറിലേഷൻ വിത്ത് അതർ സബ്ജക്റ്റ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻ. ഈ 2 ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ്. പാർട്ട് ബി മൊഡ്യൂൾ 3യുടെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റ്. ഇവിടെ നമ്മൾ ആദ്യത്തെ 2 ടോപ്പിക്കുകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഹിസ്റ്ററി, കോൺസെപ്റ്റുവൽ ഡെവലപ്മെന്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ് ആൻഡ് നാച്ചുറൽ സ്കോപ്പ് ഓഫ് ദ സബ്ജക്റ്റ്, കോറിലേഷൻ വിത്ത് അതർ സബ്ജക്റ്റ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻ. ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കോഴ്സിലായിരിക്കും ഇനി ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആവുക. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റ്, സോഷ്യൽ സയൻസ് എന്ന സബ്ജക്റ്റ്, മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഒന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് is the broad academic discipline that studies human society, social relationship and human behavior. എന്താണ് സോഷ്യൽ സയൻസ് പഠിക്കുന്നത്? സോഷ്യൽ സയൻസ് അക്കാദമിക് ഡിസിപ്ലിൻ സ്റ്റഡീസ് ഹ്യൂമൻ സൊസൈറ്റി, അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളും ഹ്യൂമൻ സൊസൈറ്റിയെക്കുറിച്ചും മനുഷ്യരുടെ വ്യവഹാരത്തെക്കുറിച്ചും ഹ്യൂമൻ ബിഹേവിയർ ഒക്കെയാണ് നമ്മൾ വളരെ വിശാലമായിട്ട് സോഷ്യൽ സയൻസിൽ നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ സൊസൈറ്റീസ് ഫങ്ഷൻ, ഹൗ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ഇൻട്രാക്ട് ആൻഡ് ഹൗ കൾച്ചറൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് സിസ്റ്റം എവോൾവ് ആൻഡ് ഓപ്പറേറ്റ്. അപ്പോൾ ഇവിടെ വളരെ വിശാലമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് എങ്ങനെയാണ് ഈ സമൂഹങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ വ്യക്തികളും ഗ്രൂപ്പുകളും എങ്ങനെയാണ് അവ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, അവ പരസ്പരം എങ്ങനെയാണ് അവർ ബന്ധപ്പെടുന്നത്, അതുപോലെ തന്നെ കൾച്ചറൽ, ഹൗ കൾച്ചറൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് സിസ്റ്റം, കൾച്ചറൽ, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തികമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ സിസ്റ്റങ്ങൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശാലമായിട്ട് പഠനം നടത്തുന്ന ഒരു ശാഖയാണ് ഏത് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അതാണ് ബ്രോഡ് അക്കാഡമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. കാരണം ഇതൊരൊറ്റ ഒന്നിൽ മാത്രം നിലനിൽക്കുന്നതല്ല, ഇത് മറ്റുള്ള ഒരുപാട് വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. സോഷ്യൽ സയൻസിന്റെ കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യങ്ങളൊന്നുമില്ല. എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ്, കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സയൻസ്? എന്തൊക്കെയാണ് സോഷ്യൽ സയൻസിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഫോക്കസ് ഓൺ സൊസൈറ്റി ആൻഡ് ബിഹേവിയർ. പ്രധാനമായിട്ടും ഈ സോഷ്യൽ സയൻസ് ഫോക്കസ് ചെയ്യുന്നത് സമൂഹം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മാനുഷിക ബന്ധങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ വ്യവഹാരങ്ങൾ, സ്വഭാവത്തെക്കുറിച്ചൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്,
ഫോക്കസ് ചെയ്യുന്നത്. കാരണം എല്ലാ സമൂഹവും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു സാമൂഹിക പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോക്കസ് ഓൺ സൊസൈറ്റി ആൻഡ് ബിഹേവിയർ, സ്റ്റഡീസ് ഹ്യൂമൻ ഇൻ ദിയർ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എൻകംപേഴ്സിംഗ് ഹിസ്റ്ററി, കൾച്ചർ, പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. പ്രധാനമായിട്ടും ചരിത്രപരമായിട്ട്, മാത്രമല്ല സാംസ്കാരികമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, സാമ്പത്തികപരമായിട്ടുള്ള ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനുഷ്യരുടെ ഈ മേഖലകളിൽ അവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച്, അവരുടെ സ്വഭാവ വ്യവഹാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അതുകൊണ്ടാണ് ചരിത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഓരോ സമൂഹത്തെക്കുറിച്ച്, ഓരോ നാഗരികതയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും അവിടെയുള്ള സാംസ്കാരികപരമുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള ഒരു സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയമായിട്ടുള്ള ഒരു രീതിയല്ല ഇവിടെയുള്ളത്, മെസ്സപ്പൊട്ടോമിയയിലുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈജിപ്തിലുള്ളത്. അവരുടെ വിശ്വാസ രീതികളും ആരാധനകളും അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളും അവരുടെ വിഭവങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാ മേഖലയിലും എന്തുണ്ട്, ഈ ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ. അത് നമ്മൾ പറയുന്നത് ഈ ഒരു വിഷയം ഒരു ഒന്നായിട്ടല്ല ഇത് നിലനിൽക്കുന്നത്. എല്ലാ വിഷയങ്ങളുടെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്, ഇതിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം പ്രധാനപ്പെട്ട ആന്ത്രോപോളജി, ഇപ്പൊ നരവംശാസ്ത്രം, എങ്ങനെയാണ് മനുഷ്യന്റെ ആ ഒരു, നമ്മൾ ഓരോ ഘട്ടങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സിജന്ത്രോപ്പസ് എന്ന് പറഞ്ഞുകൊണ്ട്, ആർത്രോപിതേക്കസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ അവസാനം ഹോമോസാപ്പിയൻസിലേക്ക് എത്തുന്ന ആ ഒരു മേഖലയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആന്ത്രോപോളജി, അതുപോലെ സോഷ്യോളജി, സമൂഹശാസ്ത്രത്തെക്കുറിച്ച്, സൈക്കോളജി, മനഃശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ്, നമ്മുടെ രാഷ്ട്രമീമാംസ വിഷയത്തെക്കുറിച്ച്, അതുപോലെ സാമ്പത്തിക ശാസ്ത്രം, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. ദെൻ മെത്തഡോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഇതിന്റെ യൂസ് ബോത്ത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ ഇതിന്റെ ഒരു പഠന രീതി, മെത്തഡോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഇതിന്റെ ഒരു പഠന രീതിയിൽ നമുക്ക് വൈവിധ്യം കാണാൻ സാധിക്കും. കാരണം ഒരു മെത്തേഡിലൂടെ മാത്രം നമുക്ക് സോഷ്യൽ സ്റ്റഡീസിന്റെ ഭാഗങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, യൂസ് ബോത്ത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. ഇവിടെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്, ഗുണപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് പഠനം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, അങ്ങനെ ഗണപരമായിട്ട്, ഇവിടെ സാംഘികമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്കിവിടെ പഠനം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ഇന്റർവ്യൂസ്, അതുപോലെ തന്നെ എത്നോഗ്രഫി എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളവിടെ പഠനം നടത്തുന്നത്. ഇതൊക്കെ നമ്മൾ വിശദീകരിക്കുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ സർവേ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലൂടെയാണ് നമ്മൾ വിവരങ്ങൾ ലഭിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, ഇത് ക്വാണ്ടിറ്റേറ്റീവോ ക്വാളിറ്റേറ്റീവോ ആണെങ്കിലും ഇതൊക്കെ സോഷ്യൽ സയൻസിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പഠന രീതികളെ കുറിച്ചാണ്. ശരിക്കും നമ്മൾ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാൽ രണ്ട് ആസ്പെക്റ്റോടെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്, ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ദെൻ ഗോൾ ഓറിയന്റഡ്, ഈ സോഷ്യൽ സയൻസിന്റെ പ്രധാനപ്പെട്ട എയിം എന്താണ്, ഇതിന്റെ ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കാനുള്ളത്, എയിം ടു അണ്ടർസ്റ്റാൻഡ്, എക്സ്പ്ലെയിൻ ആൻഡ് സംടൈം പ്രെഡിക്റ്റ് സോഷ്യൽ ഫിനോമിന ടു ഇംപ്രൂവ് ഹ്യൂമൻ ലൈഫ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. എന്താണ് ഇവിടെ പ്രധാനമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു വിഷയം, ഇതിലൊരു എയിം ചെയ്യുന്നത്, ഗോൾ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ, എയിം ടു അണ്ടർസ്റ്റാൻഡ്, എക്സ്പ്ലെയിൻ ആൻഡ് സംടൈം പ്രെഡിക്റ്റ് സോഷ്യൽ ഫിനോമിന ടു ഇംപ്രൂവ് ഹ്യൂമൻ ലൈഫ്സ് ആൻഡ് സൊസൈറ്റൽ സ്ട്രക്ചർ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോകണം. ബ്രാഞ്ചസ് ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിന്റെ ബ്രാഞ്ചുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വിശാലമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ്, എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു, ജോഗ്രഫി, അതുപോലെ തന്നെ സോഷ്യോളജി, സൈക്കോളജി, ആന്ത്രോപോളജി, ഹിസ്റ്ററി, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്. ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശാലമായിട്ട് നമ്മൾ സോഷ്യൽ സയൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠനം നടത്തുന്നത്. അല്ലെ, ഇപ്പൊ നമ്മുടെ സ്കൂൾ സിസ്റ്റം തന്നെ നമ്മൾ നോക്കുക, ഇപ്പൊ സോഷ്യൽ സയൻസ്, സയൻസ്, ഇപ്പൊ അങ്ങനെ രണ്ട് വിഷയങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സോഷ്യൽ സയൻസിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും നമ്മൾ പറയുന്നത് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഒക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ സയൻസ് സെപ്പറേറ്റ് ഒരു ബ്രാഞ്ച് ആയിട്ട് വരുന്നു. ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ +1 +2 ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ കൂടുതലായിട്ട് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ പഠിച്ചിട്ടുള്ള 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആ ഒരു സോഷ്യൽ സയൻസിന്റെ ഭാഗങ്ങളെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഹ്യൂമാനിറ്റീസിൽ നമ്മൾ പഠനം നടത്തുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ സയൻസ് അതിന്റെ മറ്റുള്ള സയൻസ് വശങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് വിഷയങ്ങളെല്ലാം കമ്പൈൻ ചെയ്ത് അവിടെ വരുന്നു. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ സയൻസ് ഇതെല്ലാം കണക്റ്റഡ് ആണ്. എല്ലാ വിഷയത്തെ നമുക്ക് ഈ ഒരു ഇതിന്റെ അണ്ടറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് ഇതിന്റെ ബ്രാഞ്ചസ്, സോഷ്യൽ സയൻസിന്റെ ബ്രാഞ്ചസ് ഈ പറയുന്ന വിഷയങ്ങളാണ്. ആദ്യം നമുക്ക് ഓരോന്ന് നോക്കുമ്പോൾ എന്താണ് ആന്ത്രോപോളജിയിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്.
ആന്ത്രോപോളജി സ്റ്റഡീസ് ഹ്യൂമൻ കൾച്ചർ, സൊസൈറ്റി ആൻഡ് ദെയർ ഡെവലപ്മെന്റ് ഓവർ ടൈം. ഓരോ കാലങ്ങളിലായിട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടായിട്ടുള്ള വികാസങ്ങളെ കുറിച്ച്, മനുഷ്യരുടെ സംസ്കാരത്തിലും സമൂഹത്തിലും ഇതിലേക്കുള്ള വളർച്ചയെ കുറിച്ചാണ് നമ്മൾ പഠനം നടക്കുന്നത് ആദ്യകാലം മുതൽ ആന്ത്രോപോളജി. ഇതിന്റെ പ്രധാനപ്പെട്ട കീ ഏരിയ എന്ന് പറയുന്നത് കൾച്ചറൽ പ്രാക്ടീസ്, ഹ്യൂമൻ എവല്യൂഷൻ അല്ലെ, മനുഷ്യ പരിണാമം, കിങ്ഷിപ്പ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ, രാജഭരണവും അവിടെയുള്ള സാമൂഹിക ക്രമത്തെ കുറിച്ച് നമ്മൾ പഠനം നടത്തുന്നു. അതായത് സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ അതിന്റെ ആർക്കിയോളജിക്കൽ ബേസിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പഠനം നടത്തുന്നു എന്നുള്ളതാണ്. ഇനി സോഷ്യോളജി, സമൂഹശാസ്ത്രത്തിലെ എക്സാമിൻസ് സോഷ്യൽ ബിഹേവിയർ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സൊസൈറ്റിയൽ ചേഞ്ചസ്. ഈ മേഖലകളിലൊക്കെയാണ് സോഷ്യോളജി എന്ത് ചെയ്യുന്നത്, പഠനം നടത്തുന്നത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കോൺസെപ്റ്റുകളാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം. എന്താണ് സോഷ്യൽ ബിഹേവിയർ, സാമൂഹിക ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വിശദീകരിച്ചാണ് പൊളിറ്റിക്സിൽ. ഏതൊക്കെയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ, പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായക്കാർ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ് അതാണ് ഇതിലെ ഈ ഒരു സാമൂഹികമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അതിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ളതാണ് ഇത് കുടുംബം എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ ചേഞ്ച്, ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്ന, വിശദീകരിച്ച് പഠനം നടത്തുന്ന ഒരു മേഖലയാണ് ഇത് സോഷ്യോളജി. ഇതിലെ പ്രധാന ഏരിയകൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സമൂഹത്തിലെ ഓരോ തട്ടുകളെ കുറിച്ച് പഠനം നടത്തുന്നു. അതുപോലെ തന്നെ റോൾസ് ആൻഡ് നോംസ്, ആചാരങ്ങളെ കുറിച്ചും അവിടെയുള്ള അവരുടെ ഓരോ രീതികളെ കുറിച്ച് നമ്മൾ പഠനം നടക്കുന്നു. അതുപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതുപോലെ തന്നെ അർബണൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എല്ലാം നമ്മൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിലുള്ള ഒരുപാട് ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠനം നടത്തുകയാണ് ഈ സോഷ്യോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരു വ്യത്യസ്തകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ അർബണൈസേഷൻ, ഗ്ലോബലൈസേഷൻ. കാരണം സോഷ്യോളജിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ അർബണൈസേഷന്റെയും സോഷ്യലൈസേഷന്റെയും അതിന്റെ പ്രത്യാഘാതങ്ങളും അതിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ പഠനം നടത്തുന്നുണ്ട് അല്ലെ. നിങ്ങൾ നോക്കുക, അർബണൈസേഷൻ നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, ഈ ലോകമെല്ലാം ഒരൊറ്റ മാർക്കറ്റ് ആയിട്ട് കണക്കാക്കുമ്പോൾ അവിടെ ഇതിന്റെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റിച്ച് ആൻഡ് പുവർ ഡിസ്പാരിറ്റി, ഈ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ഒരു അന്തരം, അതൊക്കെ ഈ ഒരു അർബണൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും ഇതിന്റെ പ്രധാനപ്പെട്ട കീ ഫോക്കസ് ഏരിയാസ് ആണ്. അതുപോലെ സൈക്കോളജി നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റഡീസ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, മെന്റൽ പ്രോസസ്സസ് ആൻഡ് എമോഷണൽ റെസ്പോൺസസ്. ഈ ഒരു മേഖലയെ കുറിച്ചാണ് സോഷ്യോളജി പഠനം നടക്കുന്നത്. ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, വ്യക്തികളെ കുറിച്ച്, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളുടെയും അവരുടെ സ്വഭാവത്തെ കുറിച്ച് പഠനം നടക്കുന്നു. അവരുടെ വ്യവഹാരങ്ങളെ കുറിച്ച് പഠനം നടക്കുന്നു. അവരുടെ മെന്റൽ പ്രോസസ്, എങ്ങനെയാണ് അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്. ആൻഡ് എമോഷണൽ റെസ്പോൺസസ്, ഇങ്ങനെയുള്ള വിവിധമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള മനുഷ്യന്റെ നിങ്ങൾ ഈ എമോഷണൽ റെസ്പോൺസ്, മെന്റൽ പ്രോസസ് എന്നൊക്കെ പറഞ്ഞ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ, മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പഠനം നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും സൈക്കോളജി, മനഃശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പഠനം നടത്തും എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത് വളരെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ കുറിച്ചുള്ള സൈക്കോളജി ഓഫ് ലേണിംഗ്, സൈക്കോളജി ഓഫ് ദ ലേണർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതൊക്കെ നമ്മളിവിടെ വിശദീകരിച്ച് പഠനം നടത്തുന്നതാണ്. ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു നമ്മുടെ സോഷ്യൽ സയൻസ്, നമ്മുടെ HSAയുടെ പാർട്ട് എ ഒരു വളരെ കുറച്ച് ഇങ്ങനെ പഠിച്ചു കൊണ്ടുവരാനാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഓരോ ദിവസം പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിന്റെ കൂടെ തന്നെ കുറച്ച് ഭാഗം മാത്രം എടുത്ത് പഠിച്ചു പോവുക. അത് നല്ല തറവായിട്ട് അത് ആ ഏരിയകൾ പഠിച്ചു പോവുക, റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോവാണ് നല്ലത്. അല്ലാതെ ആ ഒരു ഏരിയ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ പാർട്ട് ബിയിലേക്ക് പോവുക, പാർട്ട് ബി മൊത്തം കംപ്ലീറ്റ് ചെയ്ത് പിന്നെ പാർട്ട് എയിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് എക്സാമിന് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ ഇത് പഠിക്കണം എന്നുള്ളത്. ശരിക്കും നമ്മുടെ ആ ഒരു സിലബസ് ഒരു 2 കോപ്പി എടുത്തിട്ട് നമ്മുടെ ചുമരിൽ അത് ഒട്ടിച്ച് വെച്ചിട്ട് അതിൽ പഠിക്കുന്ന ഭാഗത്തും അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ അത് പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. എന്നിട്ട് യെല്ലോ മാർക്കർ കൊണ്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ട് ബി മൊഡ്യൂൾ 1 അത് ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി അത് നമ്മൾ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ദിവസം ഇത് ഏതൊക്കെ ടോപ്പിക് പഠിക്കണം എന്നുള്ളത്, ഇപ്പോൾ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി, അതേപോലെ പാർട്ട് ബി എന്ന് വേദിക്ക് വെച്ച് പഠിക്കാം. മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3 ബേസിക് കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ് പഠിക്കാം, ഓവറി ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ഇങ്ങനെ 4 വിഷയങ്ങൾ ഒരു ദിവസം വെച്ചിട്ട് ആ 4 വിഷയങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, അത് പഠിക്കുക. അല്ലെങ്കിൽ 2 നമ്മുടെ ഒരു എബിലിറ്റിക്ക് അനുസരിച്ച് സമയത്തിനനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു പഠിക്കുക എന്നുള്ളതല്ല, ഇതിനെ നമ്മുടെ ആ സിലബസ് അനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയ മെറ്റീരിയൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതന്നെ അത്യാവശ്യം പഠിക്കാനുണ്ട്. അത് പഠിച്ചിട്ട് സമയമുണ്ടെങ്കിൽ പിന്നെയും റീഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതന്നെ ഞാൻ പറഞ്ഞു അത്യാവശ്യം പഠിക്കണം. ഇപ്പോൾ കുറേ ആളുകൾ ഇത് കുറേ മുന്നേ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് പഠിച്ച് എന്നും ഒരു ട്രാക്കിലുള്ള ആളുകളെ സംബന്ധിച്ച് കുറഞ്ഞ സമയം മതിയായിരിക്കും.
അങ്ങനെയാകുമ്പോൾ നിങ്ങൾ മറ്റുള്ള സോഴ്സുകൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ ഏരിയകളും പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിലേക്ക് മീനിങ്, ഇമ്പോർട്ടൻസ് ആ ഒരു ഭാഗം, പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്ന അതിന്റെ ആദ്യത്തെ ടോപ്പിക്, പിന്നെ സോളാർ സിസ്റ്റം ആ ഒരു ഭാഗത്ത്, പിന്നെ പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷൻ എന്നുള്ള ടോപ്പിക്, ഇങ്ങനെ ഓരോ ഏരിയ ഇങ്ങനെ സൈക്കിൾ ചെയ്ത് ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോവുക. എന്നിട്ട് അത് റിവേഴ്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, വേദിക് ഏജ് അല്ലേ. പിന്നെ അതിനുശേഷം നമ്മുടെ മൗര്യഗുപ്ത അതിലേക്ക് നമ്മൾ പോകുന്നു. പിന്നെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നു. പിന്നെ എക്കണോമിക് പ്ലാനിങ്ങിലേക്ക് പോകുന്നു. അങ്ങനെ ഓരോ ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സൈക്ലിക്കലായിട്ട് ഇങ്ങനെ പഠിച്ചു പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പാർട്ട് എ ഒരു ദിവസം ഒരു ഓർഡറിൽ ചെറിയ രീതിയിൽ നമ്മൾ അങ്ങനെ പഠിച്ചു. റിനയൻസസ്, ഫ്രീഡം മൂവ്മെന്റ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അത് ബൈഹാർട്ട് ചെയ്ത് ഓരോ ദിവസം വളരെ കുറച്ച് മാത്രം അത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരും. എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതും, സിലബസിൽ എല്ലാ ഏരിയ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ടെന്നുള്ളതും, അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇനി ജൂലൈ മുതൽ ഒരു ദിവസം നമ്മുടെ കോഴ്സിൽ നമ്മൾ പറയും ഇന്ന ദിവസം എക്സാം ആയിരിക്കും. ഇപ്പോൾ ജൂലൈ 1-ാം തീയതി നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഇതായിരിക്കും. നമ്മൾ അതിൻ്റെ നോട്ട് തന്നിട്ടുണ്ട്, നോട്ട് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞു അത് പഠിച്ചു കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അതിൽ വേറെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതും പഠിക്കുക. നമ്മുടെ മെറ്റീരിയലിൽ നിന്ന് മാത്രമാണ് നമ്മൾ ചോദ്യം വരിക, നമ്മൾ അത് മാത്രമാണ് നമ്മൾ പറയുന്നില്ല. കാരണം പക്ഷേ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഡീപ്പിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പുസ്തകങ്ങളെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, പഴയതും എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കും തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സജഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമ്മൾ സെപ്പറേറ്റ് അതിൻ്റെ ഒരു നോട്ട് മെറ്റീരിയൽ നമ്മൾ തയ്യാറാക്കും. ഇപ്പോൾ ഫർദർ റീഡിങ്ങിന് വേണ്ടിയിട്ടും നമ്മളത് തയ്യാറാക്കുന്നതായിരിക്കും. ഇപ്പോൾ ചില വിഷയങ്ങൾ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ ഓരോ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പുതിയ ഡേറ്റകളൊക്കെ വരുന്നുണ്ട്. 2024-25 ഡേറ്റകളൊക്കെ ആ പത്രങ്ങളിലൊക്കെ, അതൊക്കെ നമ്മൾ മാക്സിമം നോട്ട് തയ്യാറാക്കുന്നത് വരെയുള്ള എല്ലാ ഡേറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഡേറ്റകൾ വരികയാണെങ്കിൽ നമ്മളത് അതിൻ്റെ വിവരങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യും, ഫൈനലൈസ് ചെയ്തിട്ട് എക്സാമിന് മുന്നോടിയായിട്ട് ഈ ഡേറ്റ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു മെറ്റീരിയൽ ആയിട്ട് സെപ്പറേറ്റ് തരും. അപ്പോൾ അവിടെ എല്ലാ വിഷയങ്ങളും മിക്സ് ആയിട്ട് വരും, ആ ഒരു ഓർഡർ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ എക്കണോമിക്സിൽ നമ്മൾ മിസ്സായി പോയത്, ഹിസ്റ്ററിയിൽ മിസ്സായി പോയത്, ജോഗ്രഫിയിൽ മിസ്സായി പോയത്, അത് കൂടുതലായിട്ട് നോക്കേണ്ടത് ഒക്കെ നമ്മൾ ഫർദർ റീഡിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഏരിയകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളതൊന്ന് നമ്മളായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സൈക്കോളജി എന്നാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയത്. ഓക്കെ, ഇപ്പോൾ ഇനി ഇങ്ങോട്ട് തന്നെ വരാം. ഏതൊക്കെയാണ് സൈക്കോളജിയിൽ നമ്മൾ നോക്കുന്നത്? കോഗ്നിറ്റീവ് പ്രോസസ്, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ സ്റ്റേജസ്, നമുക്കിതൊക്കെ പഠിക്കാനുള്ളതാണ്. സോഷ്യൽ ഇൻഫ്ലുവൻസ് ഓൺ ബിഹേവിയർ, മെന്റൽ ഹെൽത്ത് ആൻഡ് തെറാപ്പി. ഓക്കെ, ഇതാണ് അതിൽ പ്രധാന ഏരിയ ആയിട്ട് വരുന്നത്. പിന്നെ പൊളിറ്റിക്കൽ സയൻസ്, അനലൈസ് പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, പോളിസീസ് ആൻഡ് പവർ സ്ട്രക്ചർ. ഈ മേഖലയെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യാനാണ്. പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ച്, ഗവേണൻസ്, ഭരണകാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നു. ഓരോ രാജ്യത്തിന്റെ പോളിസികൾ, ഇതൊക്കെ നമ്മുടെ സിലബസിലുള്ളതാണല്ലോ. പാർട്ട് ബിയിലൊക്കെ ഓരോ രാജ്യത്തിന്റെ പോളിസിയെ കുറിച്ച് പഠിക്കാനുണ്ട്. ആൻഡ് പവർ സ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നു. ഇതിന്റെ കീ ഏരിയ കമ്പാരറ്റീവ് പൊളിറ്റിക്സ്, ഇന്റർനാഷണൽ റിലേഷൻ, പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഫിലോസഫി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, എക്കണോമിക്സ് എന്താണ്? എക്കണോമിക്സിൽ സ്റ്റഡി ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ കൺസംഷൻ അല്ലെ, ഉൽപാദനം, വിതരണം, അതുപോലെ തന്നെ ഉപഭോഗം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മൈക്രോ എക്കണോമിക്സ്, അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ്, ഡെവലപ്മെന്റ് എക്കണോമിക്സ്, ബിഹേവിയറൽ എക്കണോമിക്സ്. ഹിസ്റ്ററി, explore past events, civilization and cultural development. Historical analysis and interpretation, political and social revolution, cultural and economic transformation. ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. Then human geography studies the spatial aspects of human existence, including how people interact with their environment. ഹ്യൂമൻ ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ആളുകൾ, ജനങ്ങൾ, ഓരോ രാജ്യത്തെ ജനങ്ങളെ കുറിച്ച് നമ്മളൊക്കെ പഠനം നടത്തുന്നത്. നമ്മളിപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഹൗ പീപ്പിൾ ഇന്ററാക്ട് വിത്ത് ദെയർ എൻവയോൺമെന്റ്. ഓക്കെ, ഓരോ സ്പെഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അപ്പോൾ ഇതിലൊക്കെ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ ഹ്യൂമൻ ജോഗ്രഫിയുടെ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാണ്ട്. അതിൽ ആദ്യത്തെ ഭാഗത്തൊക്കെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും ഈ ബ്രാഞ്ചസ് ഓഫ് സോഷ്യൽ സയൻസ് അതിനെയുള്ള നമ്മുടെ പാർട്ട് ബി സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, കീ ഏരിയ എന്താണ്? അർബൻ ഡെവലപ്മെന്റ്, മൈഗ്രേഷൻ, സെറ്റിൽമെന്റ്, റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, എൻവയോൺമെന്റൽ ഇമ്പാക്ട്, ഇതൊക്കെ നമ്മുടെ സിലബസ് ആണല്ലോ പാർട്ട് ബിയിൽ, ടോപ്പിക്കുകളാണ് അതിന്റെ. മെത്തേഡ്സ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച്, സോഷ്യൽ സയൻസ് റിസർച്ചിലെ മെത്തേഡുകൾ. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്?
സർവേ, എക്സ്പെരിമെന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ എന്തിന്റെ ഭാഗമാണ്? ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സെൻസസ് ഡേറ്റ, പബ്ലിക് ഒപ്പീനിയൻസ്, പോൾ, ഇതൊക്കെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിന്റെ ഭാഗമായിട്ട് വരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, കോറിലേഷണൽ റിസർച്ച്, എക്സ്പെരിമെന്റൽ റിസർച്ച്, സർവേ റിസർച്ച്. മാത്രമല്ല ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കാനാണ്. എന്തൊക്കെയാണ്? ഒബ്ജക്റ്റിവിറ്റി, സ്ട്രക്ചേർഡ് അപ്രോച്ച്, ന്യൂമറിക് ഡേറ്റ, ലാർജ് സാമ്പിൾസ്, ജനറലൈസബിലിറ്റി, സ്റ്റാൻഡർഡൈസ്ഡ് ഡേറ്റ കളക്ഷൻ, പ്രിസിഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, റെപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഡിഡക്റ്റീവ് റീസണിങ് ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ഭാഗമാണ്. അതുപോലെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, ഇന്റർവ്യൂ, കേസ് സ്റ്റഡി ആൻഡ് എത്നോഗ്രഫി, ഇതൊക്കെ നമ്മുടെ ക്വാളിറ്റേറ്റീവ് മെത്തേഡിന്റെ ഭാഗമായിട്ട് വരുന്നു. ഒബ്സർവിങ് കമ്മ്യൂണിറ്റി, റിച്വൽ, അനലൈസിങ് പേഴ്സണൽ നറേറ്റീവ്സ്, ഇങ്ങനെ എന്താണ് ഓരോ കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവിടെ നമ്മൾ പഠനം നടത്തുന്നു, അതിന്റെ റിച്വൽസ്, അതുപോലെ തന്നെ അനലൈസ് പേഴ്സണൽ നറേറ്റീവ്സ്. ഇങ്ങനെ ഈ രീതിയിലൊക്കെ നമ്മൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡിലൂടെ ഡേറ്റ കളക്ട് ചെയ്യുന്നു. മിക്സഡ് മെത്തേഡ് ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ളൂ. കമ്പൈൻ quantitative and qualitative approaches for holistic view. For example, studying voter behavior using both statistic trends and interviews. Okay. നിങ്ങൾ നോക്കൂ, ടൈപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് one-on-one interview, focus group, ethnographic research, case study research, then record keeping, then qualitative observation. ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡുകളാണ്. ഓക്കെ. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ സയൻസ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ. പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിൻ്റെത് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ എന്നാണ് പറയുന്നത്. ഹെൽപ്പ് എക്സ്പ്ലെയിൻ വൈ പീപ്പിൾ ആക്ട് ആസ് ദേ ഡു ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. ദെൻ രണ്ടാമതായിട്ട് പോളിസി ഡെവലപ്മെൻറ്റ്, ഇൻഫോം പബ്ലിക് പോളിസീസ് ഇൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഗവേണൻസ് ആൻഡ് ഇക്കോണമിക്സ്. ഓക്കെ. ഇപ്പോൾ ഇവിടെയുള്ള ഓരോ പോളിസി ഡെവലപ്മെന്റ്, പബ്ലിക് പോളിസി ഇൻ ഹെൽത്ത്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മേഖലയിൽ, ഗവേണൻസ്, എക്കണോമിക്സ്, ഈ എല്ലാ മേഖലയിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പോളിസി ഡെവലപ്മെന്റ്, ഇൻഫോം പബ്ലിക് പോളിസീസ് ഇൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഗവേണൻസ് ആൻഡ് എക്കണോമിക്സ്. അതുപോലെ തന്നെ കൾച്ചറൽ പ്രിസർവേഷൻ, ഡോക്യുമെന്റ്സ് ആൻഡ് അനലൈസസ് ട്രഡീഷൻ, ലാംഗ്വേജ് ആൻഡ് ഹിസ്റ്ററീസ്. ഇതൊക്കെയാണ് കൾച്ചറൽ പ്രിസർവേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഡോക്യുമെന്റ്സ് ആൻഡ് അനലൈസസ് ട്രഡീഷൻസ്, ലാംഗ്വേജ് ആൻഡ് ഹിസ്റ്ററീസ്. അപ്പോൾ നമുക്ക് ആ ഒരു സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠനം നടത്താം. അതായത് ട്രഡീഷൻ, ലാംഗ്വേജ്, അതുപോലെ തന്നെ ചരിത്രത്തൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കൾച്ചറൽ പ്രിസർവേഷൻ, അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ദെൻ സോഷ്യൽ ജസ്റ്റിസ്. എന്താണ് സാമൂഹിക നീതി എന്ന് പറയുന്നത്? പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഇനീക്വാലിറ്റി ആൻഡ് സ്ട്രാറ്റജി ഫോർ ചേഞ്ച്. ഈ ഒരു സോഷ്യൽ സയൻസ് പഠനത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സാമൂഹിക നീതി ആളുകളിലേക്ക്, പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഇനീക്വാലിറ്റി, എന്തിനെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ നമുക്ക് സാധിക്കും? അവയർനെസ്, നമുക്ക് കൂടുതൽ അവയർനെസ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ആളുകളെ ബോധവാന്മാരാക്കാൻ സാധിക്കും ഇനീക്വാലിറ്റിയെ കുറിച്ചും. അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ഫോർ ചേഞ്ച്, സമൂഹത്തിൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ, നീതിപരമായിട്ടുള്ള ഗുണകരമായ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ ഈ ഒരു സോഷ്യൽ സയൻസിന്റെ പ്രാധാന്യം കൂടുതൽ അതിന് ഊന്നൽ നൽകുന്നു. ദെൻ ഗ്ലോബൽ ഇന്റർഡിപെൻഡൻസ് എൻഹാൻസസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻ, ട്രേഡ്, കൾച്ചറൽ ഇന്ററാക്ഷൻ. അപ്പോൾ ഈ എല്ലാ മേഖലയിലും എൻഹാൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻ, രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ, ബന്ധങ്ങൾ അവർ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വ്യാപാരങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ ക്രോസ് കൾച്ചറൽ ഇന്ററാക്ഷൻ, ഇതെല്ലാം ഈ ഒരു സാമൂഹ്യ ശാസ്ത്ര ശാഖയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലകളായിട്ടാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. ഗ്ലോബൽ ഇന്റർഡിപെൻഡൻസ്, സോഷ്യൽ ജസ്റ്റിസ്, കൾച്ചറൽ പ്രിസർവേഷൻ, പോളിസി ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ. ദെൻ മോഡേൺ ചലഞ്ചസ് ഇൻ സോഷ്യൽ സയൻസ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ സമൂഹത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചും അതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചുള്ള റിസർച്ചുകളും ഒക്കെ ഇന്ന് നിലവിലുണ്ടെങ്കിലും എന്തൊക്കെയാണ് ഈ ഒരു ആധുനിക കാലത്തെ സാമൂഹ്യ ശാസ്ത്രം നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളതാണ്. ഒന്ന് എത്തിക്സിന്റെ ഭാഗമായിട്ടാണ്. ബാലൻസിങ് റിസർച്ച് ഗോൾ വിത്ത് റെസ്പെക്ട് ഓഫ് പാർട്ടിസിപ്പേറ്റ് റൈറ്റ്സ് ആൻഡ് വെൽബീയിങ്. അപ്പോൾ ഇവിടെ ആളുകൾക്ക് എത്തിക്സിന് നല്ലൊരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ ഈ ഒരു സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ ആ ഒരു എത്തിക്സിന് കൂടി പ്രാധാന്യം കൊടുത്ത് ഇതിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിലെ ആളുകളിലേക്ക് ഏതെല്ലാം രീതിയിൽ അതിനെ ബാധിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു വെല്ലുവിളിയായിട്ട് വരുന്നുണ്ട്. അതേപോലെ ഗ്ലോബലൈസേഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് അഡ്രസ്സിങ് ഇഷ്യൂ ഓഫ് മൈഗ്രേഷൻ. ഇപ്പോൾ ഈ ഒരു കുടിയേറ്റത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും
അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച്, കൾച്ചറൽ എക്സ്ചേഞ്ച്, അതുപോലെ സാംസ്കാരിക കൈമാറ്റം, ഇതൊക്കെ ഈ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇതുകൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇതൊരു ചലഞ്ചായിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അഡാപ്റ്റിംഗ് ദ റോൾ ഓഫ് ടെക്നോളജി ആൻഡ് ഡേറ്റ ഇൻ ഷെയറിംഗ് സൊസൈറ്റി. ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ഭാഗമായിട്ട് അഡാപ്റ്റ് ചെയ്യുക, നമ്മളത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മേഖലയിലും ഈ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോട് കൂടി ഉണ്ടായിരുന്ന അതിന്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആ സോഷ്യൽ സയൻസിന് എന്തൊരു മോഡേൺ ചലഞ്ചസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനൊക്കെ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സോഷ്യൽ സ്റ്റഡീസ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. എന്താണ് സോഷ്യൽ സ്റ്റഡീസ്? So social studies is an academic discipline taught in schools that integrate various fields of study to help students understand and actively participate in their community and the world. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു പഠന രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സോഷ്യൽ സ്റ്റഡീസ്, സോഷ്യൽ സയൻസും സോഷ്യൽ സ്റ്റഡീസും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. നമ്മളിത് ഒരേ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സാമൂഹിക പഠനം എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രം, അപ്പോൾ ഈ ഒരു സാമൂഹിക പഠനവും സാമൂഹ്യ ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസത്തേക്കാണ് നമ്മൾ ഇനി ആ ഒരു കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് ഇസ് ആൻ അക്കാദമിക് ഡിസിപ്ലിൻ taught in schools that integrate various fields of study to help students understand and actively participate in their community and the world. അപ്പോൾ സ്കൂളിലുള്ള വിദ്യാർത്ഥികളെ അവരുടെ കമ്മ്യൂണിറ്റി, അവർ ജീവിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്കും അതുപോലെ തന്നെ ലോകത്തിലും ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സോഷ്യൽ സ്റ്റഡീസ് എന്ന വിഷയം നമ്മൾ പഠനം നടത്തുന്നത്. സോ ഇറ്റ് കമ്പൈൻസ് എലമെന്റ്സ് ഫ്രം ഹിസ്റ്ററി. ഇവിടെ ഹിസ്റ്ററിയിൽ നിന്നുള്ള ചരിത്രത്തിലുള്ള ഭാഗങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. ജോഗ്രഫിയുടെ ഭാഗമായിട്ട് വരുന്നു. മാത്രമല്ല സിവിക്സ്, നമ്മുടെ ഒരു പൗരബോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സിവിക് കോൺഷ്യസ്നസ്, അതുപോലെ തന്നെ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം ആൻഡ് അതർ സോഷ്യൽ സയൻസ് ടു പ്രൊമോട്ട് ഇൻഫോർമഡ് സിറ്റിസൺഷിപ്പ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ ഈ ഒരു രീതിയിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള വിഷയങ്ങളൊക്കെ ഇതിലേക്ക് കമ്പൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തി ഈ വിദ്യാർത്ഥികളെ എന്താക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല വിവരമുള്ള ഒരു സിറ്റിസൺ, ഒരു പൗരനും മാത്രമല്ല ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പഠനത്തിലൂടെ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വിദ്യാർത്ഥികളെ ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും അവരോട് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ക്ലാസ് റൂമുകളിൽ നിന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സമൂഹശാസ്ത്രത്തിന്റെ അതിൻ്റെ ഒരു പഠന രീതി, നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ്, സാമൂഹിക പഠനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത്. കാരണം അതിലെ ടേമുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സോഷ്യൽ സ്റ്റഡീസ് എന്നുള്ള വിഷയം നമ്മളൊരു നെവർ മൈൻഡ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. എന്താണ് അതിപ്പോൾ പഠിച്ചിട്ടില്ല കുഴപ്പമൊന്നുമില്ല, എക്സാമിന്റെ 2 ദിവസം ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യം എന്നുള്ളതാണ്. പക്ഷേ ഇത് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്, ഇതിലെ സംഭവങ്ങളെ കുറിച്ചും. ശരിക്കും ഏറ്റവും രസകരമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു വിഷയം, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവേണ്ട ഒരു വിഷയമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് സ്കൂളുകളിൽ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ എല്ലാ സ്കൂളുകളിലും ICT രീതിയിലുള്ള ക്ലാസ് റൂമുകൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. PPTകളൊക്കെ തയ്യാറാക്കി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടോപ്പിക് എടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഓരോ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള റീൽസുകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നദികളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഗംഗാ നദി അത് ഇതിലൂടെയാണ് ഒഴുകുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ വായിക്കണം, ഗംഗ ഈ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് കുട്ടികൾക്ക് അത് കണക്ട് ചെയ്യില്ല. ചിലപ്പോൾ അതിന്റെ ഒക്കെ ഒരു റീൽ, അതിന്റെ ഒരു ആനിമേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വന്നിട്ട് ഇപ്പൊ ഗംഗ ഇത് ഇവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, അത് ഈ ഒരു സംസ്ഥാനം കൊണ്ട് ഇത് ഫ്ലോ ചെയ്യുന്നു, അത് ഏത് കടലിലാണ് പതിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ കൂടി വരുമ്പോൾ അത് കറക്റ്റ് കുട്ടികളിലേക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ നമ്മുടെ കോൺ ബനേഗ ക്രോർപ്രതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിന്റെ ഒരു ഇത് നമുക്ക് കിട്ടും. ഏത് ഒരു PPT കിട്ടും. അപ്പോൾ അതിന്റെ PPT ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ആ PPT ഒക്കെ ഇപ്പോൾ സ്കൂളിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതാണ്. കാരണം അതിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻസ് അതിൽ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയാലോ, അതിൽ ഇംഗ്ലീഷിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് അവിടെ എഡിറ്റ് ചെയ്തിട്ട് അതിൽ ആൻസർ കൊടുക്കുക. അടുത്ത സ്ലൈഡിൽ അതിന്റെ ആൻസർ ഒരു പച്ച കളറിൽ കാണിക്കുമ്പോൾ അത് അതിൽ കൊടുക്കുക. ഓപ്ഷൻ സിയിലാണെങ്കിൽ സിയിൽ അത് കൊടുക്കുക. അപ്പോൾ കുട്ടികളുടെ ചോദ്യം ഇങ്ങനെ വരുന്നു, അതിന്റെ മ്യൂസിക് വരുന്നു, ഒരു 10 സെക്കൻഡ് അത് തിങ്ക് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, അതിന്റെ അടുത്ത ക്ലിക്കോട് കൂടി അടുത്ത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ അവിടെ കാണിക്കുന്നു, ക്ലാസ്സിൽ അതിന്റെ മ്യൂസിക് ഒക്കെ വരുന്നു. ശരിയാവുമ്പോൾ അത് ആ ഒരു രീതിയിൽ
അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു വിഷയം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് കുറച്ചുകൂടി അതിൽ പണിയെടുക്കാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പക്ഷെ നമ്മളതിൽ ടെക്നോളജി ഉണ്ട്, ChatGPT നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ഇപ്പൊ മാമത്തിനെ കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെ എല്ലാവരും കിട്ടുന്നതാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, മാമത്തിനെ കുറിച്ച് നമുക്ക് AI വെച്ചിട്ട് എന്ത് ചെയ്യാം, ക്ലാസ് റൂമിൽ തന്നെ AI വെച്ചിട്ട് മാമത്തിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ആ മാമത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ അതുപോലെ തന്നെ പിരമിഡിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ പിരമിഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന AI വീഡിയോസ് ഒക്കെ ഉണ്ട്. ഭയങ്കര രസകരമായിട്ടാണ്. അപ്പോൾ ശരിക്കും ചരിത്രപരമായിട്ട് ആ ഒരു കാലത്തെ ആളുകളൊക്കെ നോക്കുക വളരെ എന്താ പറയുക, നല്ല ശക്തിയുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആയിട്ടാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അവരത് ആ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതും അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വിഷയം കൂടുതലായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റിയ വിഷയമാണ്. പക്ഷെ നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ നമ്മളൊക്കെ പഠിച്ചു വരുന്ന സമയത്തൊക്കെ നമുക്കൊരു ഉറക്കം വരുന്നതും മാത്രമല്ല ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ളൊരു വിഷയമായിട്ടൊക്കെയാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ശരിക്കും ഒരു സോഷ്യൽ സയൻസ് അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികളൊക്കെ ഒരു എന്താ പറയാ, ഒരു സിനിമ കാണാൻ ഇരിക്കുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ക്ലാസ്സിൽ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി, ആ ഒരു ത്രില്ലോട് കൂടിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്. ഒരു ചില സയൻസ് ഫിക്ഷൻ സിനിമകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലേക്ക് ശരിക്കും കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് പോട്ടെ, നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ആകുന്നത്. അതൊക്കെ നമുക്ക് പിന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കീ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ സ്റ്റഡീസ് എന്തൊക്കെയാണ് അതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന്, മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. ഇതിൻ്റെ വ്യത്യസ്തമാണ്, ബഹുമുഖമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പഠനം നടത്തുന്നത്. മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. അതുപോലെ ഫോക്കസ് ഓൺ സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ. സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷനിലേക്ക് ഇത് പ്രാധാന്യം എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലേണിംഗ്, ദെൻ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, അല്ലെ? സാമൂഹിക, ഇപ്പം നിങ്ങൾ നോക്കുക, ഓരോ ആളുകളും ഫേസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹികമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ, ഇത് എങ്ങനെ പരിഹാരം കാണാം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ സ്കൂളിൽ പരീക്ഷയ്ക്ക് തോന്നുമ്പോൾ കുട്ടികൾ, ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകുന്നതൊക്കെയാണ്. ഒരു ചെറിയൊരു പ്രശ്നം പോലും ഫേസ് ചെയ്യാൻ 10 വർഷത്തോളം പഠനം നടത്തിയിട്ട് ആ കുട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് കുറ്റക്കാർ ശരിക്കാരാണ്, അധ്യാപകരാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലേ? നിങ്ങൾ നോക്കുക, 10 വർഷം ആ കുട്ടി പഠനം നടത്തി, ആ കുട്ടി ചിലപ്പോൾ പരീക്ഷയ്ക്ക് പരാജയപ്പെടുന്നു. ആ കുട്ടിക്ക് പരാജയപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന പ്രവണതകൾ ഉണ്ടെങ്കിൽ നമ്മൾ അധ്യാപകരുള്ള ആളുകൾ അവിടെ ഒരു സ്കഫോൾഡിങ് അത് വളരെ കൃത്യമായിട്ട് ആ കുട്ടികളിലേക്ക് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമാണെന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഒരു നാട്ടിലെ ക്ലാസ് റൂമുകളുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസ്സിൽ ഒരു 40-50 കുട്ടികളുണ്ടാവും. എല്ലാ ആളുകളെയും ഒന്നും പരിചരിക്കാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ആരുടെയും കുറ്റമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ഒരു സോഷ്യൽ സ്റ്റഡീസിലൂടെ കുട്ടികളിലേക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇതിന്റെ ഭാഗമായിട്ട് വരും. ദെൻ ഏജ് അപ്രോപ്രിയേറ്റ് ടോപ്പിക്, അതുപോലെ തന്നെ ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് അതിന്റെ കീ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ കീ കോമ്പോണൻസ് ഓഫ് സോഷ്യൽ സ്റ്റഡീസ് എന്തൊക്കെയാണ്? ഹിസ്റ്ററി, ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ജോഗ്രഫി, സിവിക്സ്, ഗവൺമെന്റ്സ്, എക്കണോമിക്സ്, അതുപോലെ തന്നെ കൾച്ചർ ആൻഡ് സൊസൈറ്റി. ദെൻ പർപ്പസ് ഓഫ് സോഷ്യൽ സ്റ്റഡീസ്, എന്തൊക്കെയാണ് സോഷ്യൽ സ്റ്റഡീസിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്? ഒന്ന്, ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ബിലോങ്ങിങ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ടു ഫോസ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഗ്ലോബൽ ഇന്റർഡിപെൻഡൻസ്, ടു എക്വിപ്പ് സ്റ്റുഡൻസ് വിത്ത് സ്കിൽ ഫോർ ആക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സിവിക് ലൈഫ്, to build awareness of social issues and encourage critical engagement with them. ഓക്കെ, അതുപോലെ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ സ്റ്റഡീസ് ഏതൊക്കെയാണ്? ലോക്കൽ ആൻഡ് ഗ്ലോബൽ ഹിസ്റ്ററി, ഇപ്പോൾ ഹാൻഡ്സിൻ്റെ ഹിസ്റ്ററി, വേൾഡ് വാർ ഒക്കെ നമ്മൾ പഠനം നടന്നു. ദെൻ ജോഗ്രഫി കോൺസെപ്റ്റ് ലൈക്ക് മാപ്പ്, ക്ലൈമറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, ദ ഫങ്ഷനിങ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ഡെമോക്രസി, ബേസിക് എക്കണോമിക് പ്രിൻസിപ്പിൾ ലൈക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, കൾച്ചറൽ ഫെസ്റ്റിവൽ, ട്രഡീഷൻ, സോഷ്യൽ റോൾസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളവിടെ പഠനം നടത്തുന്ന മേഖലകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളതാണ് സോഷ്യൽ സയൻസും സോഷ്യൽ സ്റ്റഡീസിന്റെ വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ സോഷ്യൽ സയൻസിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് യൂസിങ് സയന്റിഫിക് മെത്തേഡ്. ഇവിടെ ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചും സോഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ സയന്റിഫിക് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പഠനം നടത്തുന്നത് എന്നുള്ളതാണ്. എന്നാൽ സോഷ്യൽ സ്റ്റഡീസിലോ ആൻ ഇന്റഗ്രേറ്റഡ് സബ്ജക്ട്, ഇത് ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. ഏതൊക്കെ? ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫോക്കസിങ് ഓൺ ടീച്ചിങ് സിറ്റിസൺഷിപ്പ്, ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ കോൺസെപ്റ്റ്. ഇവിടെ നമുക്കവിടെ സിറ്റിസൺഷിപ്പ്, ആ ഒരു പൗരത്വപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, ചരിത്രത്തെ കുറിച്ച് പഠിക്കേണ്ടത്, സോഷ്യൽ കോൺസെപ്റ്റുകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് മനസ്സിലാക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണ് സോഷ്യൽ സ്റ്റഡീസിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇന്റഗ്രേറ്റഡ് സബ്ജക്ട് ഇൻ എഡ്യൂക്കേഷൻ ഫോക്കസിങ് ഓൺ ടീച്ചിങ് സിറ്റിസൺഷിപ്പ്, ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ കോൺസെപ്റ്റ്. എന്താണ് സോഷ്യൽ സയൻസിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? ടു ഡെവലപ്പ്
നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, കൾച്ചർ, എക്കോണമി ആൻഡ് പൊളിറ്റിക്സ്. ഇവിടെ ഡെവലപ്പ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, കൾച്ചർ, എക്കോണമി ആൻഡ് പൊളിറ്റിക്സ്. ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചും അതുപോലെ തന്നെ കൾച്ചർ, അതുപോലെ എക്കോണമി, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇതിൻ്റെ ഒരു നോളജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പർപ്പസ്. എന്നാൽ സോഷ്യൽ സ്റ്റഡീസിൻ്റെ പർപ്പസോ ടു പ്രൊവൈഡ് സ്റ്റുഡൻസ് പ്രാക്ടിക്കൽ നോളജ് ടു ബിക്കം ഇൻഫോംഡ് സിറ്റിസൺ. ഇവിടെ കുട്ടികളിലേക്ക് ഒരു പ്രാക്ടിക്കൽ നോളജാണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റുഡൻസിലേക്ക്. എന്തിനു വേണ്ടി? ഒരു നല്ല ഏറ്റവും നല്ല ഇൻഫോംഡ് സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ ഡയറക്റ്റ് അർത്ഥം പറയുന്ന നല്ല വിവരമുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു പൗരനാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം നല്ലൊരു പൗരബോധം അല്ലെങ്കിൽ ഇൻഫോംഡ് സിറ്റിസൺ, എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു ജനറൽ ആയിട്ട് നല്ലൊരു അറിവുള്ള ഒരു ആളാക്കി മാറ്റുക എന്നുള്ളതാണ് സോഷ്യൽ സ്റ്റഡീസിന്റെ പർപ്പസ്. നമുക്ക് ആ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദെൻ സ്കോപ്പ് ബ്രോഡ് അക്കാഡമിക് ഫീൽഡ് ലൈക്ക് സോഷ്യോളജി, ആന്ത്രോപോളജി, എക്കണോമിക്സ്, സൈക്കോളജി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ജോഗ്രഫി. അതുപോലെ തന്നെ ഇവിടെ സോഷ്യൽ സ്റ്റഡീസിലോ കമ്പൈൻ കോൺസെപ്റ്റ് ഫ്രം ഹിസ്റ്ററി. ഇവിടെ ഹിസ്റ്ററിയിലെ വിഷയങ്ങൾ നമ്മൾ കമ്പൈൻ ചെയ്യുന്നു, ജോഗ്രഫിയിലെ വിഷയങ്ങൾ നമ്മൾ കമ്പൈൻ ചെയ്യുന്നു, സിവിക്സ്, അതുപോലെ തന്നെ എക്കണോമിക്സ്, ദെൻ ടൈലേർഡ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഓക്കെ, ഇതൊക്കെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്രോച്ചിലേക്കോ അനലിറ്റിക്കൽ, റിസർച്ച് ബേസ്ഡ്, ഓഫൺ തിയറട്ടിക്കൽ. ഇവിടെ അനലിറ്റിക്കൽ അല്ലെങ്കിൽ റിസർച്ച് ബേസ്ഡ് ഓർ ഓഫൺ തിയറട്ടിക്കൽ രീതിയിൽ നമ്മൾ സോഷ്യൽ സയൻസ് പഠനം നടത്തുന്നു. ഇവിടെ അപ്ലൈഡ് ഫോക്കസിംഗ് ഓൺ ടീച്ചിങ് ത്രൂ പ്രാക്ടിക്കൽ ആൻഡ് സിംപ്ലിഫൈഡ് മെത്തേഡ്. പ്രാക്ടിക്കലായിട്ടും അതുപോലെ തന്നെ സിംപ്ലിഫൈഡ് രീതിയിലുള്ള മെത്തേഡുകളിലൂടെയാണ് സോഷ്യൽ സ്റ്റഡീസിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ സ്റ്റഡീസിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര വലിയ സങ്കീർണമായിട്ടുള്ള സംഭവങ്ങളല്ല. ഓൾറെഡി ഈ സോഷ്യൽ സയൻസിലൂടെ അവർ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് പഠനം നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോഷ്യൽ സ്റ്റഡീസിൽ നമ്മൾ അത് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അതാണല്ലോ അതിൻ്റെ ഒരു ഡിഫറൻസ് തന്നെ പറയുന്നത്. ഇവിടെ സോഷ്യൽ സയൻസിൽ എന്ത് ചെയ്യുന്നു, സ്കോളേഴ്സ്, അതുപോലെ റിസർച്ചേഴ്സ്, സ്റ്റുഡൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് സ്റ്റഡീസ് എന്ത് ചെയ്യുന്നു, ഇവരതിനെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ എക്സാമ്പിൾ ടോപ്പിക് ഏതൊക്കെയാണ്? എക്കണോമിക് തിയോറീസ്, കൾച്ചറൽ ആന്ത്രോപോളജി, ദെൻ പൊളിറ്റിക്കൽ സിസ്റ്റം, അതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇവിടെയോ ഈവൻസ് ഇൻ US ഹിസ്റ്ററി, മാപ്പ് സ്കിൽ, കമ്മ്യൂണിറ്റി റോൾസ് ആൻഡ് സിവിക് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, എന്തൊക്കെയാണ് ഈവൻസ് ഇൻ US, അതുപോലെ തന്നെ ഹിസ്റ്ററി, മാപ്പ് സ്കിൽ, കമ്മ്യൂണിറ്റി റോൾ ആൻഡ് സിവിക് റെസ്പോൺസിബിലിറ്റീസ്. ഈ രീതിയിലാണ് ഇവിടെ നമ്മൾ പഠനം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സിലബസിലെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഹിസ്റ്ററി, കോൺസെപ്ച്വൽ ഡെവലപ്മെന്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സബ്ജക്ട്. ഓക്കെ, ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. അപ്പോൾ SS വേൾഡ് അക്കാദമിയിലെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ലൈഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അഡ്മിഷൻ എടുക്കാനുള്ള നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, 81 29 529 102. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത് കോഴ്സിലായിരിക്കും. അപ്പോൾ കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ ജോയിൻ ചെയ്തോളാം. ഞാൻ പറഞ്ഞു വളരെ ചെറിയൊരു ഫീ ആണ് നമ്മളിവിടെ ഈടാക്കിയിട്ടുള്ളത്. അത് തന്നെ നിങ്ങൾക്ക് ഒരു 500 രൂപ അടച്ചിട്ട് ബാക്കി ക്യാഷ് നിങ്ങൾക്ക് കോഴ്സ് ഫീയുടെ ബാക്കി ക്യാഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അടച്ചു തീർക്കാവുന്ന രീതിയിലാണ് എന്നുള്ളത് കോഴ്സ് ഫീ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇനി നമ്മൾ ഹിസ്റ്ററി, കോൺസെപ്ച്വൽ ഡെവലപ്മെന്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സബ്ജക്ട്, അതുപോലെ കോറിലേഷൻ വിത്ത് അതർ സബ്ജക്ട് ആൻഡ് ലൈഫ് സിറ്റുവേഷൻ എന്ന ടോപ്പിക് നമ്മൾ അടുത്ത ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്യും. സൂചിപ്പിച്ച പോലെ ഇതൊക്കെ വളരെ കുറച്ച് മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്കിത് പഠിച്ചു പോയാൽ മതി. ഇതൊരുപാട് ഇനിയുള്ള ഈ ഒരു മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റിന്റെ ക്ലാസ് ഒരുപാട് ലെങ്ത് ഉണ്ടായിരിക്കില്ല, വളരെ കുറച്ച് ലെങ്ത്തോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ ഇനിയുള്ള ക്ലാസ്സുകൾ ചെയ്യുക. അപ്പോൾ ഹിസ്റ്ററി, കോൺസെപ്റ്റ് ഡെവലപ്മെന്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദി സബ്ജക്ട്, കോറിലേഷൻ വിത്ത് അതർ സബ്ജക്ട് ആൻഡ് ലൈഫ് സിറ്റുവേഷൻ. ഓക്കെ, അതിനെ തുടർന്നുള്ള മറ്റുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യും, തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പാർട്ട് ബിയിലെ ക്ലാസ്സുകളൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോയിൻ ചെയ്യാത്ത ആളുകൾ ഇനിയും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.